ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിൽ ഫസ്റ്റ് പാഠമാണ് കേട്ടോ. അടുക്കള എന്നുള്ള പാഠഭാഗവും ഒരു കവിതയും അതുപോലെ അതിൻ്റെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തന്നെ അമൃതം നുകരാം എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പേരിലൂടെ തന്നെ ആ ഒരു പേരും ചിത്രവും കൂടെ വരുമ്പം തന്നെ നമുക്കറിയാം ഇത് എന്തിനെക്കുറിച്ചുള്ള പാഠഭാഗമായിരിക്കും എന്നല്ലേ, എന്തിനെക്കുറിച്ചുള്ള യൂണിറ്റ് ആയിരിക്കും. പലഹാരങ്ങളും അടുക്കളയൊക്കെ അടുക്കള കാണിക്കുന്നുണ്ട്, അതുപോലെ പലഹാരം ഉണ്ടാക്കുന്നതും പലഹാരം കഴിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കഥയും കവിതയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ദേവകി നിലയങ്ങോടിൻ്റെ കാലപ്പകർച്ചകൾ എന്നതിൽ ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം അല്ലേ. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല, അടുക്കളയെന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക്. സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ചു തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല, സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കിക്കേ. 1ാമത്തെ ചോദ്യം, ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ? ഈ കുറിപ്പ് പാചകം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല, പണ്ടത്തെ ആചാരങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചുമാണ് പറയുന്നത്. എരിശ്ശേരി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയാണ് പെൺകുട്ടികൾ ചിരിക്കേണ്ടതെന്നും പറയുന്നു. എരിശ്ശേരി കൂടുതൽ തിളച്ചാൽ രുചി കുറയുന്നത് പോലെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നുള്ള പഴഞ്ചൻ ചിന്താഗതിയാണ് ഇതിൽ പറയുന്നത്. പണ്ട് സ്ത്രീകളുടേത് മാത്രമെന്ന് കരുതിയതായിരുന്നു വീട്ടിലെ അടുക്കള. എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അടുക്കള പണിയും മറ്റു വീട്ടുജോലികളും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആണിനും പെണ്ണിനും ഏത് മേഖലയും തുല്യത ഉറപ്പുവരുത്തുന്നു. പല ഹോട്ടലുകളിലും നമുക്ക് സ്ത്രീകളും പുരുഷന്മാരും പാകം ചെയ്യുന്നത് കാണാം. പാചകത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല ഉന്നത പദവികളിലും സമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. 2ാമത്തെ ചോദ്യം, എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ. ഇത് പഴഞ്ചൻ ചിന്താഗതിയാണ്. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ ചിരിക്ക് പ്രശ്നങ്ങളെക്കാൾ സ്വാതന്ത്ര്യം എന്ന ഒരർത്ഥം കൂടിയുണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം ഇന്നുണ്ട്. പഴഞ്ചൻ ചിന്താഗതികളിൽ നിന്നും നമ്മുടെ സമൂഹം ഒത്തിരി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അടുക്കള എന്നുള്ള കവിത നോക്കാം. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ വേണല്ലേ. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ചു മേയുന്ന ഈ വീട്ടിൽ ആരു മറന്നുവെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറുക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്തു തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. TP രാജീവനാണ് എഴുതിയിരിക്കുന്നത്. വയൽക്കര ഇപ്പോഴില്ലാത്ത എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം.
ടി.പി. രാജീവൻ എഴുതിയ അടുക്കള എന്ന കവിതയുടെ പ്രധാന ആശയം ഒരു സ്ത്രീയുടെ ജീവിതം അടുക്കള എന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അവളുടെ ജീവിതം, ത്യാഗം, സഹനം എന്നിവയെല്ലാം അടുക്കളയിൽ ഒതുങ്ങിക്കൂടുകയാണ്. പല മേഖലകളിലും കഴിവുള്ള സ്ത്രീകളും വളരെയധികം വിദ്യാഭ്യാസമുള്ളവരും അടുക്കളയിലെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നു. സ്ത്രീയുടെ സ്നേഹം, കരുതൽ, സേവനം എന്നിവയെ പ്രകൃതിദത്തമായ രീതിയിൽ സമൂഹം സ്വീകരിക്കുകയും സ്ത്രീകളുടെ ഇഷ്ടങ്ങളെയോ ആഗ്രഹങ്ങളെയോ മറന്നുപോവുകയുമാണ് ഈ കവിതയുടെ മുഖ്യ ആശയം. പാചകത്തിലും വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളുടെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി തൻ്റേതായ എല്ലാ താല്പര്യങ്ങളെയും മാറ്റി നിർത്തപ്പെടുന്നു. തൻ്റെ ക്ഷീണം, വിശപ്പ്, അസ്വസ്ഥതകൾ ഇവയെല്ലാം മാറ്റി കുടുംബത്തിനു വേണ്ടി രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക എന്നത് മാത്രമാണ് സ്ത്രീയുടെ ജോലി എന്ന ഒരുതരം സമൂഹത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഈ കവിത. കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും വയറ് നിറയ്ക്കാൻ കഷ്ടപ്പെടുന്ന അവൾക്ക് സ്വന്തം വയറ് നിറയ്ക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളും അതിന് വില കൽപ്പിക്കാത്ത സമൂഹവും ഇതിലൂടെ ഓർമ്മിക്കപ്പെടുന്നു. കവിത വായിക്കുന്നവരുടെ മനസ്സിൽ ഒരുപാട് സമൂഹ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന സമ്പന്നമായ താഴ്വര. കൂടാതെ ആടും കോഴിയും താറാവും പന്നിയും മേയുന്നു. ഇതിൽ നിന്നും ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം, അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കറിക്ക് നുറുക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, ഇറച്ചി വെട്ടുന്നു, അരി ഗോതമ്പ് അരയ്ക്കുന്നു, മല്ലി മുളക് അരയ്ക്കുന്നു, ഇഞ്ചി പുതിന ചതയ്ക്കുന്നു, ഭക്ഷണം പാകമായോ എന്ന് നോക്കുന്നു, കൈ കഴുകുന്നു, നിലം വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവൃത്തികളാണ് അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വരിയാണ് അല്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? ചെയ്തു തീരാത്ത പണികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുക്കളയിലുള്ള സ്ത്രീ. പക്ഷേ എന്താണ്, അടുക്കളക്കാരിയുടെ വയറ് എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വയറിങ്ങനെ വിശന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വരിയിലൂടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്ത പ്രവർത്തനം എന്താണ്? വിശന്നു നിലവിളിക്കുന്നവർ. അതിലൊന്നാമത്തെ ചോദ്യം, അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവരാരായിരിക്കും? അടുക്കളയിലുള്ള സ്ത്രീകളായിരിക്കും അല്ലേ? അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കും. അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താവും? അടുക്കളയിൽ ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യക്കാർ പലപ്പോഴും അതുണ്ടാക്കുന്നവർ ആവാറില്ല. മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കാനാണല്ലോ വീട്ടിലുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന അതിഥികളും ഭക്ഷണത്തിനുണ്ടാവും. സൂര്യൻ ഉണരുന്നതിന് മുമ്പ് തുടങ്ങുന്ന അടുക്കളയിലെ ജോലി രാത്രിയായാലും തീരില്ല. ഭക്ഷണം പാകം ചെയ്യലും വിളമ്പലും വൃത്തിയാക്കലും എല്ലാം ഒരാൾ തന്നെയാണെങ്കിൽ അയാൾക്ക് എവിടെ വിശപ്പ് മാറ്റാൻ സമയം? ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടാകാറില്ല. അടുക്കളയാകുന്ന തുറങ്കലിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന സ്ത്രീയാണ് ഇവിടെ വിശന്ന് നിലവിളിക്കുന്നത്. ഈ കവിത പഠിച്ച മക്കൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് അമ്മമാർ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കൂലേ? നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരാൻ പറയുന്ന സമയത്ത് അമ്മമാരും കൂടെ കഴിച്ചോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം കേട്ടോ. അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഉറങ്ങാറുണ്ടാവില്ല ഇത്രയും വൈകിയൊരു നക്ഷത്രവും. അപ്പം നക്ഷത്രങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ശേഷമാണ് എന്താണ് അമ്മമാർ ഉറങ്ങുന്നത്. അതുപോലെ തന്നെ ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആരെണീക്കും? അമ്മമാർ എഴുന്നേൽക്കൂലേ? ഒരൊറ്റ സൂര്യനും അമ്മമാർക്ക് മുന്നേ എഴുന്നേൽക്കൂല എന്നാണ് ഈ ഒരു ചെറിയ കവിതയിൽ. ആരുടെ കവിതയാണ്? ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അടുത്ത കവിത ഏതാണ്? അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണു ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണു ഞാൻ. ഏത് കവിതയാണ്? പ്രതിഷ്ഠ എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. സാവിത്രി രാജീവനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ പണിയെടുത്ത് തേഞ്ഞു പോകുന്ന ഉപകരണത്തോടാണ് അമ്മമാരെ ഉപമിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് പല പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ എന്ന്.
ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ടി.പി. രാജീവൻ്റെ അടുക്കള, ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം, സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠ തുടങ്ങിയ കവിതകളെല്ലാം അടുക്കളയിലെ ജീവിതമാണ് കാണിക്കുന്നത്. ഒരു നക്ഷത്രവും അമ്മയേക്കാൾ നേരം വൈകി ഉറങ്ങാറില്ലെന്നും ഒരു സൂര്യനും അമ്മയേക്കാൾ നേരത്തെ എണീക്കാറില്ല എന്നുമാണ് ആറ്റൂർ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ സംക്രമണം എന്ന കവിതയിൽ പറയുന്നത്. ഇവിടെ സമയത്തേക്കാളൊക്കെ ഉപരിയായി കുടുംബത്തെ പുലർത്താൻ നെട്ടോട്ടം ഓടുന്ന അമ്മമാരുടെ ചിത്രം കാണാം. സാവിത്രി രാജീവൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നതും അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്. അടുക്കളയിലെ തേഞ്ഞുതീരുന്ന ഉപകരണമായാണ് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ തന്നെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ തേയുന്നതും. അടുക്കളയിൽ അമ്മയും അങ്ങനെ തേഞ്ഞുതീരുന്നു എന്നാണ് കവയിത്രി പറയുന്നത്. തൻ്റെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അമ്മയെന്നും ഇതിൽ പറയുന്നു. ഈ രണ്ട് കവിതകളിലെ ആശയം തന്നെയാണ് ടി.പി. രാജീവൻ്റെ അടുക്കളയിലും ഉള്ളത്. തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അല്ലെങ്കിൽ തലമുറ ഏതെന്ന് പോലും അറിയാത്ത അമ്മയുടെ അടുക്കളയാണ് അതെന്ന് കവി പറയുന്നു. ആ വരികളിൽ തന്നെ അടുക്കള അമ്മമാർക്ക് മാത്രമായുള്ളതാണെന്ന് വ്യക്തം. അമ്മയെ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായാണ് ടി.പി. രാജീവൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മമാർ എപ്പോഴും കറക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, ഇഞ്ചിയും പൊതീനയും ചതച്ചുകൊണ്ടിരിക്കുന്നു, മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ എന്ന് സ്വാദ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ല അമ്മ ചെയ്യുന്നത്. മറ്റുള്ളവർ കഴിച്ചു തീർന്ന പാത്രങ്ങളും മേശയും കസേരകളുമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടുമിരിക്കുന്നു. ഏതു നേരവും അടുക്കളയിലായിരുന്നിട്ടും അമ്മ തൻ്റെ വിശപ്പ് മാറ്റാൻ മറന്നുപോകുന്നു എന്നാണ് കവി പറയുന്നത്. അല്ലെങ്കിൽ തൻ്റെ വിശപ്പ് മാറ്റാനുള്ള സമയം കണ്ടെത്താൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവർ കഴിക്കുന്നതിനിടയിൽ അമ്മ കഴിച്ചോ എന്ന് പോലും ആരും തിരക്കാറില്ല. ഈ 3 കവിതകളിലും പറയുന്നത് മറ്റുള്ളവർ മറന്നുപോകുന്ന അമ്മമാരുടെ അടുക്കള ജീവിതത്തെക്കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു പാഠഭാഗത്തുള്ളത്. ഇനിയും അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.